ഹലോ, വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ്. വറുത്തരച്ച കടലക്കറി, തേങ്ങ അരച്ച് ചേർത്ത കടലക്കറി, തേങ്ങാപ്പാൽ ചേർത്ത കടലക്കറി, അങ്ങനെ പല വെറൈറ്റി കടലക്കറിയും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ക്വിക്ക് ആൻഡ് സിമ്പിൾ ബിഗിനർ ഫ്രണ്ട്ലി കടലക്കറിയാണ്. വരൂ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 1 കപ്പ് കടല 3-4 വെള്ളത്തിൽ കഴുകി 7-8 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുവാണ്. കടല 7-8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. കുതിർത്തെടുത്ത വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കടല കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് 6-7 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 7 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷർ മൊത്തം പോട്ടെ. അതിനുള്ളിൽ നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ മിക്സിയിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് അരിപ്പയിലോട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. കടല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുപ്പത്ത് കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം വഴറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. വറുത്തെടുത്ത മസാല വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കടായിൽ ബാക്കിയിരിക്കുന്ന പൊടിയിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി സ്റ്റൗ ഓൺ ചെയ്യാം. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം സവാളയും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ ക്വിക്ക് ആൻഡ് ഈസി കടലക്കറി റെഡിയായി കഴിഞ്ഞു. കടലക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. പുട്ട്, ദോശ, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, എന്തിന് കടലക്കറി തന്നെ ഒന്ന് വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുത്ത് ചോറിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. ആദ്യമായിട്ട് കടലക്കറി ഉണ്ടാക്കുന്നവർ ഈ അളവിലൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും പെർഫെക്റ്റ് കടലക്കറി നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.